എന്റെ ഹോട്ടലിൽ വരുന്നവരോട് ആദ്യം മര്യാദയ്ക്ക് പെരുമാറാൻ പഠിക്കുക കേട്ടോ. അയ്യോ മേഡം, എനിക്കൊരു അബദ്ധം പറ്റിയതാ. മേഡത്തിന് തരേണ്ടത് ഞാൻ അദ്ദേഹം അപ്പുറത്തെ ടേബിളിലുള്ള ഒരാൾക്ക് കൊടുത്തു. പിന്നെ അവർക്ക് കൊടുക്കേണ്ടത് ഞാൻ മേഡത്തിന് തന്നു. അങ്ങനെ ഒരു അബദ്ധമേ പറ്റിയുള്ളൂ എനിക്ക്. ഓ, ഇത്ര മാത്രമേ ചെയ്തുള്ളൂ താൻ? ഈ കാണിച്ചത് ശരിയാണോ താൻ ഈ കാണിച്ചത്? ഞങ്ങൾ അമ്പലത്തിൽ പോകണ്ട, അറിയാമോ? ഇയാൾ കൊണ്ടു തന്നത് നോൺ വെജാ. ഞങ്ങൾ ഇനിയിപ്പോ എങ്ങനെ അമ്പലത്തിൽ പോകും? മേഡം കഴിച്ചില്ലല്ലോ. പക്ഷേ കഴിക്കുന്നതിന് മുമ്പ് കണ്ടില്ലേ? എന്താ മേഡം കഴിച്ചില്ലെന്നോ? തോന്നിയ ദിവസം കാണിച്ചതും പോരാ, ന്യായീകരിക്കുന്നു. ഇപ്പൊ ഞാൻ കണ്ടില്ലായിരുന്നു, ഞാൻ കഴിക്കത്തില്ലായിരുന്നു കേട്ടോ. കഴിച്ചാൽ ഞങ്ങൾ എന്ത് ചെയ്തേനെ? അയ്യോ, പോക്ക് മതിയാക്കി തിരിച്ചു പോകേണ്ടി വരുമോ? കുഴപ്പമില്ല മക്കളെ, ഇവളെന്തായാലും സമയത്ത് കണ്ടുപിടിച്ചു. അതുകൊണ്ട് ഇവിടെ കൈകൊണ്ട് തൊട്ടതുപോലില്ല അതില്. ഇപ്പൊ പറ്റിയ അബദ്ധം ഇങ്ങനെ ഇരിക്കട്ടെ. ഇനി നിങ്ങൾ ഇങ്ങനെ ആരോടും പെരുമാറരുത് കേട്ടോ. നോക്കിയും കണ്ടും വേണം. ഒരു ജോലിക്ക് ഇരിക്കുമ്പോഴത്തേക്ക് അതിൻ്റെതായിട്ടുള്ള ആത്മാർത്ഥത വേണം കേട്ടോ. സോറി സാർ. സോറി മേഡം. പിള്ളേരെ, നിങ്ങളെല്ലാം കഴിച്ചു തീർന്നില്ലേ? എന്നാ വാ പോവാം. ആ, കഴിച്ചമ്മേ. ചേട്ടാ, അതുവഴി ഫ്രണ്ടിലോട്ട് കയറിയാൽ മതിയോ? നിക്കടി, ഈ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം അവിടെ അല്ലെന്ന് തോന്നുന്നു. ടിക്കറ്റ് കൗണ്ടർ നേരത്തെ ഇവിടെ ആയിരുന്നു, ഇപ്പൊ മാറ്റിയെന്നാ തോന്നുന്നു. അപ്പുറത്തോടെ പോണം, അവിടെയാ ടിക്കറ്റ് കൗണ്ടർ. ആ, ഇങ്ങോട്ട് വല്ലരും. ट्रेन വരാറായെന്ന് തോന്നില്ല. ഇനി 1 മണിക്കൂർ ഉണ്ടെന്നാ തോന്നുന്നത്. यात्रियों प्रवेश ध्यान दीजिए। ट्रेन नंबर 632 बैंगलोर से तिरुवनंतपुरम तक जाने वाली എന്നാ വേഗം വാ മോളെ. प्लेटफॉर्म नंबर 1 पर खड़ी है। യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ട്രെയിൻ നമ്പർ 63 72 25 ബാംഗ്ലൂരിൽ നിന്നും കന്യാകുമാരി വരെ പോകുന്ന ബാംഗ്ലൂർ കന്യാകുമാരി എക്സ്പ്രസ് 1ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരുന്നതാണ്. യാത്രികൻ കൃപയാ ധ്യാൻ ദീജിയെ. ഇടി, എളുപ്പം പോയിട്ട് വാടി. എന്തായാലും 1 മണിക്കൂർ കഴിഞ്ഞിട്ടല്ലേ ട്രെയിൻ വരത്തുള്ളൂ. അപ്പൊ അതൊക്കെ പോയാൽ മതി. മക്കളെ, നമുക്ക് അവിടെ എവിടെയെങ്കിലും ഇരിക്കാം. വാ മോളെ, ബാത്റൂമിൽ പോയിട്ട് വരാം. അമ്മ, എനിക്ക് പോണം, ഞാനിവിടെ വരുവാ. ട്രെയിൻ ആണോടാ വരുന്നത്? അത് എഞ്ചിൻ മാത്രം അച്ഛാ. ഇങ്ങോട്ട് മാറി നിൽക്ക്, വീട് കഴിഞ്ഞാൽ തീർന്നു. അച്ഛാ, നമുക്ക് ഇവിടെ തന്നെ നിന്നാ മതി കേട്ടോ. അല്ലെങ്കിൽ അവർ വരുമ്പോ നമ്മളെ കാണത്തില്ല. അതിനെന്താടാ, ഫോൺ ഉണ്ടല്ലോ കയ്യില്. ആ, ഇത്ര പെട്ടെന്ന് പോയിട്ട് വന്നോ? ഓ, വൃത്തി കുറവാ, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇറങ്ങി. ലേസോ? ലേസ് ഒന്നും വാങ്ങിക്കണ്ട. പിന്നെ ഇല്ലേ, ലേസ് ഒരാൾ വാങ്ങിക്കും, പിന്നെ എല്ലാവർക്കും വാങ്ങിച്ചു കൊടുക്കേണ്ടി വരും. അമ്മ, എനിക്ക് ലേസ് വേണ്ട, എനിക്ക് മിൽക്കി ബാർ മതി. എന്നാ വാ പിള്ളേരെ. എവിടെ? അയ്യോ, 1 മണിക്കൂർ പോയത് അറിഞ്ഞില്ലല്ലോ. എടീ, നമുക്ക് ആ മുന്നോട്ടൊക്കെ നടക്കാടി. ആ, ശരി ഏട്ടാ. ഇവിടെ AC ആണെന്നാ തോന്നുന്നത്. നമ്മൾ സ്ലീപ്പർ അല്ലേ എടുത്തേക്കുന്നേ. വാ ചേട്ടാ, വേഗം കയറ്. ഇത് മെയിൻ റെയിൽവേ സ്റ്റേഷൻ ആയിട്ട് കുറെ നേരം നിർത്തിയിട്ടേ കൂടി, പതുക്കെ കയറിയാൽ മതി. ഞാൻ സീറ്റൊക്കെ കണ്ടുപിടിക്കണ്ടേ? എന്തായാലും എല്ലാവർക്കും സീറ്റ് കിട്ടിയല്ലോ. ഉറക്കം വന്നിട്ട് അയ്യേ. അമ്മയെ വെളുപ്പിന് എഴുന്നേറ്റുണ്ടായിരിക്കും ഉറക്കം വരുന്നത്. ആ, എനിക്ക് വരുന്നുണ്ടോ ഉറക്കം? ചേട്ടാ, അങ്ങോട്ട് കുറച്ച് ഒതുങ്ങിയിരിക്കോ? അയ്യോ, ഇവിടെ സ്ഥലം കുറവായിരുന്നു മോളെ. എവിടെ ഇറങ്ങാനോ? എനിക്ക് വർക്കല ഇറങ്ങാനാ. ആണോ? എന്നാ ഞാൻ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. കുറച്ചുകൂടെ അങ്ങോട്ട് നീങ്ങടി. ഇവിടെ എവിടെ മനുഷ്യ സ്ഥലം കിടക്കുന്നത്? ആ കുട്ടിക്ക് വർക്കല ഇറങ്ങാനില്ലേ? വർക്കല ആകുമ്പോ ഇറങ്ങിക്കോളൂ. നീ ഇപ്പൊ കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിരിക്കും അങ്ങോട്ട്. ആ, വരുമോളെ, ഇവിടെ ഇരുന്നോ. താങ്ക് യു ചേട്ടാ. ഈ മനുഷ്യൻ എന്തിന്റെ കാര്യമാണ് നല്ല പെണ്ണുങ്ങളെ കൂടെ പിടിച്ചിരുത്താൻ? മിണ്ടായിരിക്കും, ആ കുട്ടി കേൾക്കും കേട്ടോ. നിങ്ങൾ എന്താ പിന്നെ അവളോട് കയറിയിരിക്കുന്നത്? ഓ, നിനക്കെന്താ തൊട്ടാനും പിടിച്ചാൽ എല്ലാം വഴക്കാന്നിട്ട്? ഇറങ്ങിയപ്പോ തുടങ്ങി വഴക്കാ. ഓരോരുത്തരോട് ഹോട്ടലിൽ ചെന്ന് അങ്ങനോട് വഴക്ക്, ഇത് ഇപ്പൊ എന്നോട് വഴക്ക്. സംഭവം എന്തോ അച്ഛനും അമ്മയും വഴക്ക്. പിള്ളേരെ, കൂടുതൽ ഭരിക്കാൻ വരല്ലേ. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയിരിക്കേ. ഞാൻ നിങ്ങളോടല്ലല്ലോ പറഞ്ഞത്. ഇനി നല്ലൊരു ട്രിപ്പ് പോവല്ലേ നമ്മള്. നീ എന്തിനാ വെറുതെ ഇങ്ങനെ വഴക്കിടുന്നത്? ആ കുട്ടി അവിടെ അറ്റത്ത് ഒതുങ്ങി മാറിയിരിക്കുമല്ലേ, പിന്നെ നിനക്ക് പ്രശ്നം? അവൾ ഒതുങ്ങി മാറിയാണോ ഇരിക്കുന്നത്? ഞാനിപ്പോ താഴെ കിടക്കും, അതുപോലെ അവൾ ഇരിക്കുന്നത്. എടി, ഇത് നമ്മുടെ കാറല്ല, ട്രെയിനാന്ന് ഓർമ്മ വേണം കേട്ടോ. ആ, കാർ എടുത്താൽ മതിയായിരുന്നു. നിങ്ങൾക്കല്ലേ ഉടനെ പിന്നെ പെട്രോൾ ആകുമെന്നൊക്കെ പറഞ്ഞ് നിങ്ങളല്ലേ കാർ എടുക്കാഞ്ഞത്? എടി, എനിക്ക് ഇത്രയും ദൂരം എങ്ങനെ ഞാൻ ഇങ്ങനെ ഡ്രൈവ് ചെയ്യും? എനിക്ക് വയ്യ, കൈക്കൊന്നാ ഭയങ്കര വേദനയാ. പെട്രോളിന്റെ പ്രശ്നമല്ല, കൈ ഭയങ്കര വേദന, മരവിപ്പ്. ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ എനിക്ക് ശരിയാവത്തില്ല, വണ്ടി ഓടിച്ച് കൈ വേദനയായിട്ട്. അതുകൊണ്ടല്ലേ. എന്നാ പിന്നെ അച്ഛൻ ഞാൻ ഓടിച്ചാനല്ലേ കാറ്? അയ്യോ, നീ വണ്ടി ഓടിക്കുന്ന കാര്യമൊന്നും പറയല്ലേ. അന്ന് നമ്മൾ ആ ബർത്ത്ഡേ പാർട്ടിക്ക് പോയപ്പോൾ നീയല്ലേ ഇവിടെ വണ്ടി ഓടിച്ച് പിന്നെ സൈറൻ ഹെഡിന്റെ ആ സ്ഥലത്ത് വണ്ടി കൊണ്ടിട്ടിട്ട് നമ്മളെല്ലാം കൂടെ പിന്നെ എങ്ങനെ രക്ഷപ്പെട്ട കാര്യം പിന്നെ പറയണ്ട. അതെന്തിനാ അമ്മ? എന്റെ ഡ്രൈവിങ്ങിന് കുഴപ്പമില്ലല്ലോ. വണ്ടിക്ക് എന്തോ കംപ്ലൈന്റ് പറ്റി. വണ്ടിക്ക് കംപ്ലൈന്റ് പറ്റിയാൽ നിനക്ക് ശരിക്കും ഡ്രൈവ് ചെയ്യാൻ അറിയാൻ വയ്യ, അതുകൊണ്ട്. ദൈവഭാഗ്യത്തിന് രക്ഷപ്പെട്ടത്. ചേട്ടാ, ചേട്ടൻ എവിടെ ഇറങ്ങുന്നത്?
ഞങ്ങൾ കൊല്ലത്താ കുട്ടി ഇറങ്ങുന്നത്. കൊല്ലത്തോ? കൊല്ലത്ത് എവിടെ പോവാ? ഞങ്ങൾ ജഡായിപ്പാറ പോവാ, അവിടെ അമ്പലത്തിൽ തൊഴാൻ വേണ്ടിട്ടേ. ഇതൊക്കെ എന്തിനാ മനുഷ്യൻ നിങ്ങൾ അവളോട് പറയുന്നത്? ഞാൻ ചോദിച്ചിട്ടല്ലേ പറഞ്ഞത്. ചേട്ടാ ഒരു ഹെൽപ്പ് ചെയ്യൂ. ദേ ഈ ജനാലൊന്ന് പൊക്കി വെച്ച് തരുമോ? ശരി, നോക്കട്ടെ. വേണ്ട വേണ്ട, നിങ്ങൾ അങ്ങോട്ട് പോകണ്ട. ജനാലയൊന്നും പൊക്കിക്കുന്നു വേണ്ട, അവള് തന്നെ വേണേ പൊക്കുന്നേ പൊക്കിക്കോട്ടെ. ആന്റി വേണമെങ്കിൽ ഞാൻ ശരിയാക്കി തരാം. ഓഫ് കോഴ്സ്, ആരെങ്കിലും ചെയ്തു തന്നാ മതി. അയ്യോ പൊങ്ങുന്നില്ലേ. അയ്യോ അയ്യോ പറ്റുന്നില്ലെങ്കിൽ വേണ്ട കേട്ടോ. ഇത് ചേട്ടൻ ശരിയാക്കി തരും. എടാ മോനെ അവിടെ പോയിരുന്നോ, അച്ഛൻ ശരിയാക്കി കൊടുക്കാം. സോറി ആന്റി, പറ്റുന്നില്ല, ഭയങ്കര ടൈറ്റ് ആയിട്ടിരിക്കുക.